അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു എസ് എ ക്വസ്റ്റ്യനാണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കാം. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് പ്രൂവ് ഇറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. 2 പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട് സ്റ്റേറ്റ് ചെയ്യാനാണ്, എന്താ ലോ ഓഫ് കൺസർവേഷൻ എനർജി, അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി. രണ്ടാമത്തത് അതിനൊരു എക്സാമ്പിൾ, അതിൻ്റെ അപ്ലിക്കേഷൻ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജി പറഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എന്ന് പറഞ്ഞാൽ എന്താ, എനർജീനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, അതിനൊരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ഫ്രീലി ഫോളിംഗ് ബോഡി എന്താണ്? ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അതിൽ ആക്ട് ചെയ്യുന്നില്ല, താഴേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം താഴേക്ക് വീഴുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലുള്ള എനർജി, ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെയും ആകെ തുകയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും തുകയും വിളിക്കുന്ന പേരാണെന്ത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ കൈനറ്റിക് എനർജി, എന്താ പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ എന്താണ്, പി അല്ലെങ്കിൽ യു എന്നൊക്കെ പറയും, mgh ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ. ഇത് രണ്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം, പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു കല്ല്, ആ കല്ല് ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ ആ കല്ല് മേലെ നിന്ന് വീഴുമ്പോൾ ആ മേലെ ഇരിക്കുന്ന പൊസിഷനാണ് എ എന്ന് പറയുന്നത്. എ എന്ന പൊസിഷനാണ് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ കല്ല് സഞ്ചരിച്ച് ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്തി, അതാണ് ബി എന്ന പോയിൻറ്റ്. പിന്നെ അത് ഗ്രൗണ്ടിലെത്തി, അതാണ് സി എന്ന പോയിൻറ്റ്. അവിടെ അടുത്തുള്ള വെലോസിറ്റിയും കൊടുത്തിട്ടുണ്ട്. കല്ലിൻ്റെ ആദ്യത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെ വി എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. വി എ എന്ന് പറഞ്ഞാൽ എയിലുള്ള വെലോസിറ്റി. വി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, കാണണം. വി സിയും നമുക്ക് കാണണം. അപ്പോൾ ഇതിനാകെ ഒരു കാര്യം അറിയുള്ളൂ, എന്ത്, വി എ 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് വെച്ചത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യണ. അത്രേ ഉള്ളൂ. ഓരോ പോയിൻ്റുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കുക, അത് കൂട്ടുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിൻ്റിലുള്ള എനർജീസ് സെയിം ആയിട്ട് കിട്ടണം. ഓക്കെ, സെയിം ആയി കിട്ടിയാൽ നമുക്കറിയാം എന്ത്, എനർജി ലോസ് ചെയ്ത് പോകുന്നില്ല, എല്ലായിടത്തും ഒരു എനർജി കിട്ടുന്നത് പ്രൂവ് ചെയ്തൂടെ. എന്ന് പറഞ്ഞാൽ എനർജി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വെലോസിറ്റി അറ്റ് എ ആണ് കാണുന്നത്. വെലോസിറ്റി അറ്റ് എയിലുള്ള എനർജി അറ്റ് എയിലുള്ള എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതിനെനിക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് വെലോസിറ്റി അറ്റ് എ കാണണം, പിന്നെ അത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യണം, അതിന് കാണണം, പിന്നെ പൊട്ടൻഷ്യൽ എനർജി കാണണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഫിഗർ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിഗറിൽ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ്, എ പോയിൻറ്റ്, ബി പോയിൻറ്റ്, സി പോയിൻറ്റ് പറഞ്ഞു, വെലോസിറ്റി ഒക്കെ പറഞ്ഞു. ഈ വസ്തുവിൻ്റെ മാസ് നമ്മൾ എം എന്ന് വിളിച്ചു. ഇനി ഈ വസ്തു ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര അകലത്തിനാണ് അത് വീണത്, ആ ഒരു ഡിസ്റ്റൻസ് എത്രയെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് എച്ച് എന്ന് പറഞ്ഞത്. എച്ച്. ഓക്കെ, എച്ചാണ് ഈ ഹൈറ്റ്. ഇനി ഈ വസ്തു എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് എത്താൻ ഒരു ദൂരം ഉണ്ടല്ലോ, സഞ്ചരിച്ചല്ലോ, ആ ദൂരമാണ് എക്സ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഹൈറ്റാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് ആ വസ്തുവിന് സിയിലേക്ക് എത്താനെടുത്ത ദൂരം എത്രയായിരിക്കും, ഈ എച്ച് നിന്ന് എക്സ് മൈനസ് ചെയ്താൽ പോലെ എന്തായിരിക്കും, എച്ച് മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടോ അല്ലേ? ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെലോസിറ്റി അറ്റ് എ ചെയ്യാൻ പോവാണ്. വെലോസിറ്റി അറ്റ് എ എങ്ങനെ കാണുക, സിമ്പിളാണ്, കൊടുത്തിട്ടുണ്ട് വി എ = 0 എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നേരെ ഞാൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ, ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ എന്താണ്, ഹാഫ് എം വി എ സ്ക്വയർ ആണ്. ഈ വി എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ, അപ്പോൾ ഈ മൊത്തം ടേം 0 ആയി പോവും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി എന്താ കിട്ടുക നമുക്ക്, കൈനറ്റിക് എനർജി = 0 എന്ന് കിട്ടും.
പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? യു എ ഈക്വൽ ടു എം ജി എച്ച് ആണ് അല്ലേ? എം ജി എച്ച് ആണ്. എന്തുകൊണ്ടാണ് എം ജി എച്ച് വന്നത്? വസ്തുവിൻ്റെ മാസ് എം ആണ്. ജി എന്ന് പറഞ്ഞത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, വീഴല്ലേ? അപ്പോൾ ജി തന്നെയാണ്. ഹൈറ്റ് എന്താണ്? ഗ്രൗണ്ടിലേക്ക് വീഴുക എന്ന് പറയുമ്പോൾ എത്ര ഹൈറ്റ്? എച്ച് ആണ്. എം ജി എച്ച് വന്നു. ഓക്കെ, അപ്പോൾ ഇൻ ടോട്ടൽ എനർജി കാണാൻ ചെയ്താൽ മതി, ഈ ഹാഫ് എം എ സ്ക്വയറും എം ജി എച്ചും കൂട്ടിയാൽ മതി. കെ എ പ്ലസ് യു എ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 പ്ലസ് എം ജി എച്ച് എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്ത് കിട്ടണം? ഈ ബി എന്ന പോയിന്റിലും ഇതും സി എന്ന പോയിന്റിലും നമുക്ക് ഈ എം ജി എച്ച് തന്നെ കിട്ടണം. അത് കിട്ടിക്കാനാണ് നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ അടുത്ത കേസ് എടുക്കാം. അറ്റ് പോയിന്റ് ബി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബിയിൽ ഇവിടെ നോക്കൂ, വെലോസിറ്റി നമുക്കറിയില്ല. അപ്പോൾ വെലോസിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. വെലോസിറ്റി കാണേണ്ട ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷനാണ്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് ആവശ്യമുണ്ട്, ബിയിലും ഈ സിയിലും വേണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു ടേം നോക്കാം. ഈ വി സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ വസ്തുവിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്. യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. പിന്നെ എ എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നും നമുക്ക് എഴുതാം. ഫസ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്. എന്താ? അത് എത്തിയ വെലോസിറ്റിയാണ്. അതിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ വസ്തു ബിയിലെത്തി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് വന്നിട്ടാണ് ബിയിലെത്തിയത് എന്ന് പറഞ്ഞാൽ എയിലുള്ളതാണ് ഇനീഷ്യൽ. അപ്പോൾ വി എ ഇനീഷ്യലായിരിക്കും, ബി എന്തായിരിക്കും? ഫൈനലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം വി ഈക്വൽ ടു വി ബി ആണ് അല്ലേ? യു ഈക്വൽ ടു അപ്പോൾ എന്തായിരിക്കും? വി ആണ്. കാരണം യു എന്ന് പറഞ്ഞത് ഇനീഷ്യൽ, അപ്പോൾ ഇവിടുത്തെ വി ആണ് ഇനീഷ്യൽ, വി ഫൈനലാണ്, അപ്പോൾ ഇവിടുത്തെ വി ബി ആണ് ഫൈനൽ. ക്ലിയർ ആയില്ലേ? ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ എ എന്ന് പറഞ്ഞത് എന്താണ്? ജി ആണ്, ഗ്രാവിറ്റിയാണ് അല്ലേ? ആക്സലേഷൻ ഗ്രാവിറ്റിയാണ്. എസ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? എ എന്ന് ബിയിലേക്ക് എടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. അതാണ് ഈ എക്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഓരോന്നും കൊടുക്കുക. ബി സ്ക്വയർ, അപ്പോൾ നമുക്ക് വി സ്ക്വയറിന് വരെ എന്ത് എഴുതാം? ബി എന്ന് എഴുതാം അല്ലേ? ബി എന്ന് എഴുതാം. യു എന്ന് പറഞ്ഞത് 0 ആണ്, കാരണം വി എ ഇവിടെ ഉണ്ടോ? 0 ആണ്, അപ്പോൾ ഇതും 0 വന്നു. പിന്നെ 2g എഴുതി എക്ക് പകരം, ഇപ്പോൾ 2as ആണ്. നോക്കൂ, ഇവിടെ 2as ആണ്, അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2aക്ക് പകരം ജി കൊടുത്തു, അപ്പോൾ ജി. പിന്നെ എസ്സിന് പകരം എക്സ് കൊടുത്തു, അപ്പോൾ എക്സ്, ഇപ്പോൾ 2gx എന്ന് വന്നു. അപ്പോൾ അവിടെ എന്ത് കിട്ടി? നമുക്ക് വി ബി കിട്ടി. ഇനി ഹാഫ് എം ബി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഹാഫ് എം ബി സ്ക്വയർ കൊടുക്കുക, ഹാഫ് എം ഇൻറ്റു ബി സ്ക്വയർ പറഞ്ഞാൽ 2gx കൊടുത്തു, അപ്പോൾ mgx എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. mgh അല്ലേ ഇക്വേഷൻ വരുന്നത് അല്ലേ? mgh അല്ലേ? ഓക്കെ, അതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇവിടുത്തെ കേസ് നോക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കാണേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് ആ വസ്തു ഇരിക്കുന്ന പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കിയിട്ട് നമ്മൾ എന്ത് കണ്ടത്? mgh എച്ച് കാണേണ്ടത്. അപ്പോൾ ഈ വസ്തു ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ബി, അതായത് വസ്തു ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? പിന്നെ എ എന്ന് ബിയിലേക്ക് വന്നു അല്ലേ? എ എന്ന് ബിയിലേക്ക് വന്നു, വസ്തു ഇരിക്കുന്ന ബിയിലാണ്. ബിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കുക. എത്രയാണ്? h-x ആണ്. അപ്പോൾ നമ്മൾ ഈ mgh എന്ന ജനറൽ ഇക്വേഷനിൽ എച്ചിന് വരെ എന്താ കൊടുക്കേണ്ടത്? h-x ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായി? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നോക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷനിൽ എങ്ങനെ മാറ്റം വരും? നമ്മുടെ mgh എന്നുള്ളത് mgh-x എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താ? mgh മൈനസ് mgx അല്ലേ? ആ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തുള്ളത്, കണ്ടോ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടണം. അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി mgx. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh മൈനസ് mgx ആണ്. രണ്ടും കൂട്ടുമ്പോൾ എന്താ കിട്ടുക? mgx പ്ലസ് mgh മൈനസ് mgx. അപ്പോൾ mgxും പെട്ടും, കാരണം മൈനസും പ്ലസും ആണ്. ബാക്കി എന്താ ഉണ്ടാവുക? ഈ ബി ഈക്വൽ ടു mgh എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബി എന്ന പോയിന്റിലും നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യൽ എത്രയാണ്? ടോട്ടൽ എനർജി എത്രയാണ്? mgh ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അറ്റ് പോയിൻ്റ് സി, നമ്മൾ സിയിലുള്ള ടോട്ടൽ എനർജിയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്.
ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഇവിടെ എന്താണ് വി, എന്താണ് യു? വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റിയാണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇവിടുത്തെ കേസിൽ ഈ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇപ്പോൾ സിയിലായിരിക്കുന്നത് അല്ലേ. അപ്പോൾ വി സി ആണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു വി സി. ഇവിടുത്തെ വി സി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുന്ന കല്ല് വരുന്നത്? ഏറ്റവും ടോപ്പ് നിന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ എയിലാണ് നോക്കേണ്ടത്, ഒരിക്കലും ബിയിൽ നോക്കരുത്, എ ആണ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. അപ്പോൾ യു ഈക്വൽ ടു ബി എ ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇനി ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ആണ്. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എവിടുന്ന് മെഷർ ചെയ്യേണ്ടത്? ഈ ഗ്രൗണ്ടിൽ നിന്ന് കല്ലിൻ്റെ ഏറ്റവും ടോപ്പ് അല്ലേ. ഈ ഹൈറ്റ് എത്രയാണ്? എച്ച് ആണ്. ഓക്കെ, അത് മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. അപ്പോൾ എന്തിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ബി സി സ്ക്വയർ ഈക്വൽ ടു 2gh എന്ന് കിട്ടും. കാരണം ഇത് പോവും അല്ലേ, യു 0 ആവും. പിന്നെ എക്ക് ജി കൊടുത്തു, എസ്സിന് എച്ചും കൊടുത്തു. ഇനി അത് ഹാഫ് എം വി സ്ക്വയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഹാഫ് എം ഇൻറ്റു 2gh കിട്ടും. 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയാൽ കെ സി ഈക്വൽ ടു mgh എന്ന് കിട്ടും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അടുത്ത പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്നാലും മറ്റേ അവിടെ mgh കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? mgh ആണ് അല്ലേ. mgh ആണ്. ഇവിടെ നോക്കൂ, കല്ലിപ്പോൾ ഇരിക്കുന്നത് ഇവിടെയാണ്. മെഷർ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഡിസ്റ്റൻസ് ഇവിടുന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഹൈറ്റ് 0 ആണ്. h 0 ആണെങ്കിൽ മൊത്തം 0 ആയി പോകില്ലേ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ലാസ്റ്റ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത് 0 കിട്ടും. ടോട്ടൽ എനർജി കൂട്ടി എന്താ കിട്ടുക? mgh തന്നെ കിട്ടും. പിന്നെ എന്ത് മനസ്സിലായി? എല്ലാ പോയിൻ്റ് എടുത്ത് നോക്കിയപ്പോഴും ഏത് പോയിന്റിലും എനർജി എന്താണ്? സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിങ് ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രീലി ഫോളിങ് ബോഡി എന്ന് പറയുന്ന പ്രോബ്ലം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ.